കൂട്ടുകാർക്ക് നമസ്കാരം. ഞാൻ വിഷ്ണു. മൂന്നാറിലേക്കുള്ളൊരു ട്രാവൽ സ്റ്റോറിയാണ്. ഒരു വൺ ഡേ ട്രിപ്പ് എങ്ങനെ പോയി വരാം ബൈക്കിൽ എന്നുള്ള പ്ലാനാണ്. 800 രൂപയ്ക്ക് എണ്ണയടിച്ച് നമ്മുടെ ജിക്സറിൽ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. മൂന്നാറിലെ ഒരുവിധം സ്പോട്ടുകളൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ നേര്യമംഗലം ബ്രിഡ്ജ് എത്തി. മൂന്നാർ എത്തി ടൗണിൽ നിന്ന് ഈ 3 റൂട്ടും കവർ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കോളുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ആദ്യം തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം എത്തി. അവിടെ നല്ല മഴയത്ത് നമ്മൾ പോസ്റ്റായി. തുടക്കത്തിൽ തന്നെ മഴയാണ്. എന്തായാലും കാലാവസ്ഥ ചൂടിനൊക്കെ ഒരു കുറവുണ്ട്. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ചീയപ്പാറ വാട്ടർഫാൾസ് മഴ ഇല്ലാത്തപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു മഴ ഇല്ലാത്ത രൂപത്തിൽ. പക്ഷേ നല്ല മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഹെവി വെള്ളച്ചാട്ടമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളതാണ് വാളറ വാട്ടർഫാൾസ്. കുറച്ച് മുന്നോട്ട് പോയാൽ മതി വാളറ വാട്ടർഫാൾസ് കാണും. ഇത് നമ്മുടെ എറണാകുളം റൂട്ടിൽ വരുമ്പോൾ ആദ്യത്തെ 2 പോയിൻ്റാണ്. ഇവിടെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് മഴക്കാലത്തും. പിന്നെ അതുപോലെ ഇവിടുത്തെ മെയിൻ സീസൺ ആകുമ്പോൾ നല്ല വ്യൂ ആണ്. ഇപ്പോഴത്തെ മൂന്നാറിലെ കാലാവസ്ഥ ഇതാണ്. 4 മണിക്ക് ശേഷം എന്നും മഴയും ഈ ഒരു കോടയും മൂടിയ അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ എടുത്തു വെച്ചു. ഈ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടിമാലിയിൽ എത്തിയിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അടിമാലി നമ്മൾ ഗോ ഇബിബോ വഴി ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പ് ഹിൽസ് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. കാരണം ഇനി മൂന്നാർ വരെ ഈ മഴ കൊണ്ട് പോകാനുള്ള ഒരു ഇതില്ല. കാരണം ബാഗൊക്കെ നനയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടിമാലി സ്റ്റേ അടിച്ച് രാവിലെ മൂന്നാറിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മളെടുത്ത അപ്പ് ഹിൽസ് എന്ന ഹോട്ടലും. അടിമാലി ടൗണിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ 2000 രൂപയാണ് 2 പേർക്ക് ഒരു പെർ നൈറ്റ് സ്റ്റേ വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് റൂമാണ്. നല്ല വെൽക്കമിങ് ആയിട്ടുള്ള നല്ല സ്റ്റാഫാണ്. നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. പുതിയ ബിൽഡിംഗ് ആണ്. എന്തായാലും കൊള്ളാം. കൊടുക്കുന്ന ആ ഒരു മണിക്ക് വേർത്താണ്. AC റൂമാണ് 2000 രൂപയ്ക്ക്. നോൺ AC ആണെങ്കിൽ നിങ്ങൾക്ക് 1400 ആ റേഞ്ചിലൊക്കെ കിട്ടുമെന്നാണ് ഞാൻ കണ്ടത്. നിങ്ങൾ ഗോയിബിബോ booking.com ഒക്കെ വഴി നോക്കുമ്പോൾ നല്ല ഡീൽസ് നിങ്ങൾക്ക് കിട്ടും. ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള എല്ലാ നല്ലൊരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ടോയ്ലറ്റിൽ അവിടുത്തെ കാര്യങ്ങളൊന്ന് നോക്കാം. ടോയ്ലറ്റ് നല്ല വൃത്തിയുള്ളതാണോ എന്നറിയില്ല. എന്തായാലും നോക്കാം. നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ. നല്ല ഹൈജീനൊക്കെ ആയി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പ് ഹിൽസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഹോട്ടലായിട്ടാണ്. നിങ്ങൾക്ക് വരുമ്പോൾ ട്രൈ ചെയ്യാം. ഇനി രാവിലെ കാണാം. രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് മൂന്നാർ ടൗണിൽ നമ്മളെത്തി. മൂന്നാർ ടൗണിൽ നിന്ന് ഇനി നേരെ പോകുന്നത് എരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. തിരിച്ച് വന്ന് ടോപ്പ് സ്റ്റേഷൻ റൂട്ട് കൂടി നമുക്ക് പോകണം. മാട്ടുപ്പെട്ടി റൂട്ട് ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല. വൺ ഡേ ട്രിപ്പിലെ ചാൻസ് കുറവാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. എരവികുളം നാഷണൽ പാർക്കിലേക്കുള്ള ആ റൂട്ടാണ്. മറയൂർ പോകുന്ന റൂട്ടാണിത്. ഇവിടെ ടൗണിലൊക്കെ അത്യാവശ്യം രാവിലെ തിരക്കുണ്ട്. മാർക്കറ്റിലുള്ള വണ്ടികൾക്കൊക്കെ തിരക്കാണ്. പക്ഷേ തിരിച്ച് വരുന്ന വണ്ടികളൊക്കെ ടൂറിസ്റ്റുകളുടെയാണ് തോന്നുന്നു അധികവും. അങ്ങോട്ട് പോകുന്ന വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ തിരക്കാവുന്നേ ഉള്ളൂ. നമ്മൾ രാവിലെ ആ റോഡിൽ തിരക്ക് കുറവ് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയത്. ഇപ്പോൾ രാവിലെ ഏകദേശം 8 മണിയോട് കൂടിയുള്ള ഒരു ടൈമാണിത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് മൂന്നാറിപ്പോൾ. വലിയ തണുപ്പൊന്നുമില്ല. ഓഫ് സീസൺ പോലെ തന്നെയാണ്. പക്ഷേ എന്നും വൈകുന്നേരം മഴ ഉണ്ട്. അത്രയേ ഉള്ളൂ. എരവികുളം നാഷണൽ പാർക്കിൽ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. എൻട്രി ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബസ്സിലാണ് ഇവർ കൊണ്ടുപോയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരിക. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ അവിടെ ഉള്ളിൽ മൊത്തം അവർ ബസ്സിൽ കൊണ്ടുപോയി കറക്കി നമുക്ക് കാണിച്ചു തരും. ആ സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ഇറങ്ങുക, അല്ലെങ്കിൽ മുന്നോട്ട് പോകുക. ഇതാണ് എരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രി പോയിൻറ്റ്. ഇവിടെ തന്നെ പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ബസ്സിലാണ് നമ്മൾ അകത്തേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി കുറച്ച് കാഴ്ചകൾ കാണാം. എരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിതാ ഈ ബൈക്ക് ഓടിച്ച് വരുന്ന ഈ ഒരു സ്പോട്ടാണ്. ജക്കാർത്ത വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. മെയ് മാസം വരെ ഈ കാഴ്ചകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമുക്ക് കാഴ്ചകളൊന്ന് കണ്ടാലോ.
ജക്കരന്ത വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലവാക പൂത്തത് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നല്ല ക്യാമറയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മളിനി അവിടെ നിന്ന് അടുത്ത പോയിൻ്റായ ലക്കം വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ കണ്ട വാട്ടർഫാൾ പോലെയല്ല, ഇവിടെ എൻട്രി ഫീ ഉണ്ട്. 40 രൂപ എൻട്രി ഫീ കൊടുത്ത് കയറണം അകത്ത്. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാം. മഴക്കാലത്താണ് കഴിഞ്ഞാൽ ഒന്നുകൂടി വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് സേഫായിട്ട് എല്ലാവരും ഇറങ്ങുക. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നല്ലൊന്ന് ഫ്രഷായിട്ട് ഇവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പോകാം. ഇനി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഈ ഒരു ചേച്ചിയുടെ ചായക്കടയിലേക്കാണ് പോയത്. നല്ല ഫ്രഷ് ഫുഡ്, ഊണ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. തമിഴാണ് ഇവർ, പക്ഷേ മലയാളവും പറയും. അപ്പോൾ നല്ല ഫുഡ് കിട്ടുന്നൊരു സ്പോട്ടായതുകൊണ്ട് ഈ ഒരു കട കൂടി ലക്കം വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ വീണ്ടും യാത്രകൾ തുടരുകയാണ്. അടുത്ത സ്പോട്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി മൂന്നാർ ടൗൺ പിടിക്കുകയാണ്. മൂന്നാർ ടൗൺ പിടിച്ച് ഇനി ഗ്യാപ്പ് റോഡ്, അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നുള്ള അടുത്ത റൂട്ടിലേക്ക് നമ്മൾ കയറാനുള്ള പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും വട്ടവട റൂട്ടിലും കുണ്ടല ഡാമൊന്നും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ടൈമില്ല. വൺ ഡേയിൽ മാക്സിമം ഇത്രയൊക്കെ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് ഓരോ സ്പോട്ടിലും. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ മൂന്നാർ ടൗൺ പിടിച്ച് നേരെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൗൺ എത്താറായിട്ടുണ്ട്. ആ ഒരു തിരക്കൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഏതോ അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത ടൗണിൽ നിന്ന് അടുത്ത റൂട്ടായി കഴിഞ്ഞാൽ പൂപ്പാറ റൂട്ടിലേക്ക് പഠിക്കാം. അവിടെയാണ് നമുക്ക് ഗ്യാപ്പ് റോഡ് വരുന്നത്. അവിടുത്തെ ആദ്യത്തെ സ്പോട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ നിങ്ങൾക്ക് എൻട്രി ഫീസ് ഉണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ എൻട്രി ഫീസ് കൊടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ സ്റ്റോറുകളൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാം. ഇനി ഞാൻ ഡ്രോൺ വ്യൂവിലൊക്കെ കണ്ട് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു സ്പോട്ടാണ് ഗ്യാപ്പ് റോഡ്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റൈഡിനെന്നല്ല, നല്ലൊരു ഡ്രൈവിന് പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. അത്രയും വിശാലമായ നാഷണൽ ഹൈവേ ആണ്. ഇടയിൽ കാറിനും ബാക്കിയുള്ള വലിയ വണ്ടികൾക്കൊക്കെ ഇവിടെ ടോളുണ്ട്. ബൈക്കിന് എന്തായാലും ടോളില്ല. നമുക്ക് എന്തായാലും ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഗ്യാപ്പ് റോഡിൻ്റെ അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും റൈഡ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന റോഡ് മുന്നിൽ കിടക്കുന്നതുകൊണ്ട് വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി. പക്ഷേ മുന്നോട്ട് പോയപ്പോൾ അവസ്ഥ നേരെ തിരിഞ്ഞു. ഫുള്ള് കോട കൊണ്ട് മൂടി, അതിനൊപ്പം തന്നെ മഴയും വന്നു. ഇന്നലത്തെ അതേ അവസ്ഥയാണ്. 4 മണിയോട് കൂടി നല്ല മഴയും നല്ല കോടയാണ് മൂന്നാറിലുള്ള ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ എല്ലാവരും വെക്കേഷൻ ടൈമിലൊക്കെ ധൈര്യമായി തന്നെ കയറി പോന്നോളൂ. നല്ല മനോഹരമായ വെതറാണ്. വൈകുന്നേരം പകൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷേ ഇറങ്ങി വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഫുള്ള് കോടമഞ്ഞാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇന്നത്തെ ഒരു ദിവസം കൂടി നിൽക്കാനുള്ളൊരു ടൈം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത ട്രിപ്പ് KSRTCയിലാക്കണം. ഈ ഒരു ബസ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇതിപ്പോൾ പുതുതായി സ്റ്റാർട്ട് ചെയ്തതാണ് ടൂറിസത്തിന് വേണ്ടി, ഡബിൾ ഡക്കർ. അപ്പോൾ മൂന്നാറിൻ്റെ ഈ കാഴ്ചകളൊക്കെ ആയിട്ട് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ വീഡിയോസാണ്. ഇന്ന് കുറച്ച് ലെങ്തായി പോയി. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.